ശ്രീ കെ വി രാജശേഖരൻ, ഇനിയുള്ള കാലത്തിൽ നമ്മൾ രണ്ടുപേരും ഇതുപോലെ ഇരുന്നില്ലെങ്കിലും നമ്മളെ ഇതുപോലെ ഇരുത്താനും നമ്മൾ വർത്തമാനം പറഞ്ഞതുപോലെ പറയിക്കാനും ഉള്ള ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു പുതുയുഗ പിറവിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ത്യ അതിന് വേണ്ട തരത്തിലുള്ള പരിവർത്തന യുഗത്തിന് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. അതിൻ്റെ ഒരു വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ AI ഉച്ചകോടി സമാപിച്ചു. ലോകത്തെ വിവിധ കമ്പനികളാണ് അവിടുത്തെ CEO-മാർ അവിടെ എത്തിച്ചേർന്നത്. അവരോടൊപ്പം നരേന്ദ്രമോദി ഭാരതത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും വിശദീകരിച്ചു. ഇതൊരു പുതിയ കാൽവെപ്പാണ്. ഇന്ത്യയുടെ മറ്റു കുതിപ്പുകളോടൊപ്പം തന്നെ AI-യുടെ കാര്യത്തിലും ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയല്ലേ? വളരെ ശരിയാകേണ്ട നിരീക്ഷണം. അത് നമ്മൾ കാണേണ്ടത് AI-യുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ചും 2026 ആരംഭിച്ച ശേഷം ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണക്കാക്കിയിട്ടുള്ള വേഗതയ്ക്ക് വളരെയധികം അധികമായ തലത്തിലാണ്. വ്യാപകമായും അതിവേഗത്തിലും വ്യാപ്തിയും വേഗതയും വളരെ ശ്രദ്ധേയമായ തലത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഭാഗ്യവശാൽ നമ്മൾ ജീവിക്കുന്നത്. AI-യുടെ കൃത്രിമ ബുദ്ധിയുടെ ലോകത്ത് പല രാജ്യങ്ങളിലും ഇതിനു മുമ്പ് ഇതുപോലെ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഫ്രാൻസിലും മറ്റുമൊക്കെ, സൗത്ത് കൊറിയയിലും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നടന്നതിൽ നിന്നും ആ രാജ്യത്തെ 20ഓളം രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ, 10-60 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ, ലോകത്തെ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇപ്പം നമ്മുടെ ഗൂഗിളൊക്കെ പോലെയുള്ള കമ്പനികൾ, ഇവരുടെ എല്ലാം CEOസും എല്ലാം വന്ന് പങ്കെടുത്തിരിക്കുക. അതിനൊക്കെ അപ്പുറമായിട്ട് ഭാരതത്തിന് ഇതുവരെ നേടാൻ കഴിഞ്ഞ നേട്ടങ്ങളെ പ്രദർശിപ്പിക്കുന്ന ഒരു എക്സിബിഷനും, ആ എക്സിബിഷന് ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത് കാണാനുള്ള സൗകര്യം ഒരു ദിവസത്തെ കൂടെ നാളെ ഇന്നുകൊണ്ട് അവസാനിക്കേണ്ടതായിരുന്നു. വർദ്ധിപ്പിച്ചെന്നുമാണ് വാർത്തകൾ. ഇതെല്ലാം കാണിക്കുന്നത്, അങ്ങ് ആദ്യം ഒന്ന് പറഞ്ഞല്ലോ, നമ്മൾ പരസ്പരം സംസാരിക്കുന്ന കാര്യത്തിനൊക്കെ വളരെ അപ്പുറമാണ്. AI-യുടെ സാധ്യതകൾ എവിടെ വരെയാണെന്ന് ഇന്നും നമുക്ക് കൃത്യമായിട്ടും എന്നെപ്പോലുള്ള സാധാരണക്കാരന് അറിയാനോ പ്രവചിക്കാനോ പറ്റുന്നതിനൊക്കെ വളരെ 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 ഉയരെയാണ്. ഉദാഹരണത്തിന് ചികിത്സയുടെ രംഗത്ത് ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. 2009 എനിക്ക് ക്യാൻസറിൻ്റെ ഒരു സിംറ്റംസ് കണ്ടപ്പം അന്നത്തെ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് AI-യുടെ യുഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ആദ്യത്തെ സിംറ്റം കാണുമ്പോൾ തന്നെ ലോകത്തെവിടെയൊക്കെ ഇങ്ങനെയുള്ള സിംറ്റം കണ്ടിട്ടുണ്ടെന്നും അത് ഏത് തരത്തിലേക്കുള്ള ക്യാൻസറിൻ്റെ സാധ്യതകളിലേക്കാണ് പോകുന്നതെന്നും അതിനെ മാനേജ് ചെയ്യുന്നതിനുള്ള എന്തെല്ലാം പരിശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും അതെല്ലാം എങ്ങനെയാണ് റിസൾട്ട് നൽകിയത്, ഫലം നൽകിയതെന്നും എവിടൊക്കെയാണ് കൂടുതൽ ചികിത്സാ സാധ്യതകളുള്ളതെന്നും ഇനിയും ചികിത്സാ സഹായം കിട്ടാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളെയെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ എനിക്കും ലഭ്യമാകും, എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർക്കും ലഭ്യമാകുന്ന ഒരു സാഹചര്യം. അതുപോലെ കൃഷിക്കാരനാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ പ്രായമുള്ള ആളുകളൊക്കെ ആകാശത്തോട്ട് നോക്കിയിട്ട് ഇന്ന് മിക്കവാറും മഴയുണ്ടാവുമെന്ന് പറയത്തില്ലേ? അവരുടെ ഒരു പരിചയത്തിൻ്റെ പേരിൽ പറയുന്നു. ആ പരിചയത്തിൻ്റെ പേരിൽ പറയുന്നതിന് ഡേറ്റ കളക്ട് ചെയ്ത് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെക്കുറിച്ച്, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്ന സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ലാഭകരമായി ചെയ്യാവുന്ന കൃഷിയെക്കുറിച്ച്, ആ കൃഷി ചെയ്താൽ ഉണ്ടാകുന്ന വിപണി സാധ്യതകളെക്കുറിച്ച്, ആ വിപണി എവിടൊക്കെയാണെന്ന്, ആ കൃഷി ചെയ്യാൻ വേണ്ടി ആവശ്യത്തിലുള്ള വളമെന്താണെന്ന്, ചുരുക്കത്തിൽ അങ്ങനെയുള്ള സാധ്യതകളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സംവിധാനം. ചികിത്സയുടെ കാര്യം ഞാൻ പറഞ്ഞു, കാർഷിക രംഗത്ത് പറഞ്ഞു, വ്യാവസായിക രംഗത്താണെങ്കിൽ വിപ്ലവകരമായ സാധ്യതകൾ.
ഇനി പ്രതിരോധത്തിൻ്റെ രംഗത്താണെങ്കിലും എല്ലാം, അതുപോലെ കാലാവസ്ഥ, പ്രകൃതി സംരക്ഷണം, അങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അനന്തമായ സാധ്യതകൾ, കടലോളം ആഴത്തിൽ, ആകാശത്തോളം ഉയരത്തിൽ അനന്തമായ സാധ്യതകൾ നൽകുന്ന ഒരു സംവിധാനമായത്. ഒരു കാര്യം കൂടി അങ്ങ് ഓർക്കണം. ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പണ്ട് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ശൂദ്രൻ ഇപ്പൊ ചെയ്യുന്ന ജോലിയൊന്നും ചെയ്യാനായി ആളെ ആവശ്യമില്ലാത്തൊരു സാഹചര്യം വരും. അതോടുകൂടി ശൂദ്രന്റെ അപ്ലിക്കൻ്റ് ആകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, സേവനം ആവശ്യമുള്ള, മനുഷ്യ പ്രയത്നം ആവശ്യമുള്ള മേഖലകൾ ചുരുങ്ങി 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 വരികയല്ല ചെയ്യുന്നത്. AI വന്നു കഴിയുമ്പം നമുക്ക് ഈ പരിമിതമായ സമയത്തുള്ളിൽ വിശദീകരിക്കാൻ സമയമില്ല, അത്രയ്ക്കുള്ള അറിവും നമുക്കൊന്നുമില്ല. എങ്കിലും ഇത് മനുഷ്യൻ്റെ പരിശ്രമത്തിനുള്ള ബാധ്യതകളെ കണ്ടമാനം കുറയ്ക്കും, സാധ്യതകളെയും കുറയ്ക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തൊഴിൽ സാധ്യതകളെ, ജോലി സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് ഉത്തരം പറയുമ്പോൾ സുന്ദർ പിച്ചയെ പോലുള്ള ഗൂഗിളിൻ്റെ CEO മറ്റുള്ള പല ആളുകളും അറിവുള്ളവർ പറയുന്നത് ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്നേ ഉള്ളൂ. കളിക്കളവും മാറും, ഗെയിം ഇല്ലാതാക്കില്ല. മനുഷ്യ പ്രയത്നമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നില്ല. മനുഷ്യ പ്രയത്നത്തെ കൂടുതൽ ബുദ്ധിപരമായും മറ്റും പ്രയോഗിക്കുന്നുള്ള അവസരമായിരിക്കും വരാൻ പോകുമെന്നാണ് പറയുന്നത്. പുതിയ സാധ്യതകൾ തുറക്കുമെന്നാണ് പലരും പറയുന്നത്. തൊഴിൽ സാധ്യതകൾ ഇല്ലാതാക്കും എന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലെ CPM ഇതിനെതിരെ ശബ്ദിക്കുമായിരുന്നു. അല്ല, അതവർക്ക് പണ്ട് മനസ്സിലായി. കമ്പ്യൂട്ടർ വന്നേ, കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കാൻ വരെ തയ്യാറായവരാണല്ലോ. ഇപ്പോഴവർക്ക് എന്തോ ഒരു ഭയമുണ്ട്. അല്ല, ഇപ്പോഴും വേറൊരു കാര്യമുണ്ട്. ഈ ഡൽഹിയിൽ ഇത്ര വലിയ സമ്മേളനം നടക്കുമ്പോഴത്തേക്ക് അവിടുത്തെ കുറ്റം കണ്ടുപിടിക്കുന്ന പണിയാണ് ദേശാഭിമാനി ഇന്നും ചെയ്തിരിക്കുന്നത്. അവിടെ ചില ആളുകൾക്ക് വണ്ടിയെ കയറാൻ വേണ്ടി നടക്കേണ്ടി വന്നു, വെള്ളം കുടിക്കാൻ വേണ്ടി ഓടേണ്ടി വന്നു, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഇവിടെ ഒന്നും വിളമ്പിയില്ലേ എന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് സദ്യക്കിരുന്ന് പരാതി പറയുന്ന സ്ഥിരം പരാതിക്കാരൻ്റെ സ്വഭാവത്തിലാണ്. അതുപോലെ വേറൊരു വലിയ രസമുണ്ട് ഇതിനിടയ്ക്കിടയ്ക്ക്, അതങ്ങോട്ട് സൂചിപ്പിക്കാം ഞാൻ. ഈ ഭാരതത്തിൽ AI നടക്കുമ്പോഴത്തേക്ക് ചില കൂട്ടർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ചൈന, പാകിസ്ഥാൻ, രാഹുലിൻ്റെ കോൺഗ്രസ്, MABയുടെ കമ്മ്യൂണിസ്റ്റുകാർ, ഈ കൂട്ടായ്മയ്ക്ക് ഇത് വലിയ പ്രയാസമാണ്. ആ പ്രയാസം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇന്ന് ലോകത്തിൽ ഈ മേഖലയിൽ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ, ഒന്ന് ചൈനയാണ്, 2 അമേരിക്കയാണ്. അമേരിക്ക സാമ്പത്തിക ശക്തി കൊണ്ട് ഈ മേഖലയെ സ്വാധീനം ചെയ്യുമ്പം ചൈന അതിൻ്റെ സാമ്പത്തിക ശേഷിയും രഹസ്യ സ്വഭാവവും ഇരുമ്പ് മറയ്ക്കുള്ളിലാണല്ലോ പ്രയോഗിച്ചുകൊണ്ട് ഇതിനെ ലോകത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി എങ്ങനെ വിനിയോഗിക്കാം എന്ന് കരുതുമ്പോഴാണ് ഭാരതവും നരേന്ദ്രമോദിയും ലോകത്തോട് പറയുന്നത്, AI കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ആർക്കെങ്കിലും സ്വകാര്യമായി വെക്കുവാനുള്ളതല്ല, ലോകത്തില് ജനാധിപത്യപരമായി ജനങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക്, അന്തർദേശീയ തലത്തിൽ ഉപകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത് മാറ്റണം എന്ന സന്ദേശമാണ് മോദി നൽകുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ മാനവെന്നാണ്. അതിനകത്ത് വേറൊരു കാര്യം അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞു, ഒരു സുതാര്യതയെ പറ്റി പറയുന്നുണ്ട്. അതായത് ചില രാജ്യങ്ങളും കമ്പനികളും AI രഹസ്യമായിട്ട് വികസിപ്പിക്കേണ്ട ആസ്തിയായിട്ടാണ് കാണുന്നത്. ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലുള്ള സ്വകാര്യത പോലെ ഇക്കാര്യത്തിലും അവർ അദ്ദേഹം പറയുന്നത് കൃത്യമായി പറഞ്ഞതാണ്. ആ ഒരു സ്വകാര്യ സ്വത്തായി ഈ ഭൗതിക സമ്പത്തിനെ മാറ്റുന്നതിന് പകരം വിശാലമായ ലോകത്തിന് അത് അനുഭവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് പറയുന്നു. ഇത് പറയുന്നത് വെറും ഒരു ഡിമാൻഡ് മാത്രമല്ല. നിങ്ങൾ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അങ്ങനെ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം
ഉണ്ടാക്കിയെടുക്കുന്നതിന് ഭാരതം നേതൃത്വം നൽകും. അവിടെയാണ് ഇന്നോവേഷൻ്റെയും റിസർച്ചിൻ്റെയും ഡെവലപ്മെൻ്റെയും പേരിൽ 1,00,000 കോടി രൂപ ഈ വർഷം ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തത്. അവിടെയാണ് ഭാരതത്തിലെ ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ചെയ്തു കൊടുത്തത്. അതിൻ്റെ ഫലമാണ് അവിടെ കണ്ട എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയ പ്രോഡക്ട്സ്. അവിടെയും ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാർക്കും സഖാക്കൾക്കും ഒരു കിട്ടിയ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു ചൈനീസ് റോബോട്ട്, ഒരു പട്ടിയുടെ റോബോട്ട്, അത് ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി ഇത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ പ്രചരിപ്പിച്ചു. അതൊരു ചെറിയ നമ്മുടെ ആ എക്സിബിഷൻ്റെ അകത്തെ ഒരു കല്ലുകടിയായിട്ട് മാറി. കള്ളത്തരം പറഞ്ഞു. അതിനെ ഇപ്പോൾ എടുത്തൊക്കെ പറഞ്ഞിരിക്കുക ഇതൊന്നേ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ രസം അതല്ല. ഒന്നേ ഉണ്ടായിട്ടുള്ള ആ സംഭവത്തെ പർവ്വതീകരിക്കുന്നവർ തന്നെയാണ് കേരള സ്റ്റോറി എന്നുള്ള ഒരു സിനിമയുടെ പേര് പറയുന്നത്. ഇവിടെ അധികം ഉണ്ടാകാത്തത് കൊണ്ട് ഇത് ശ്രദ്ധിക്കരുത്. ലവ് ജിഹാദിൻ്റെ എണ്ണം അധികമില്ലാത്തതുകൊണ്ട് കേരളവും ഭാരതവും അതിനെ ഇഗ്നോർ ചെയ്യണം. പക്ഷേ എക്സിബിഷൻ എക്സിബിഷനിൽ ഒരു റോബോട്ടിൻ്റെ കാര്യത്തിൽ ഏതോ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി അവർ കാണിച്ചൊരു കൊള്ളരുതാഴികയ്ക്ക് മോദി ഉത്തരം പറയണമെന്ന് പറഞ്ഞു. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം അവസരം കൊടുത്തു. അവിടെ ഇത് പരിശോധിച്ച് നോക്കിയിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചതൊന്നുമല്ല, ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗവേഷകർക്ക്, കണ്ടുപിടുത്തങ്ങൾക്ക്, സംരംഭകർക്ക് പരമാവധി സ്വാതന്ത്ര്യം കൊടുത്തു. ഒരാളത് ദുരുപയോഗം ചെയ്യത്രേ ഉള്ളൂ. പറഞ്ഞു വന്ന കാര്യം അതല്ല. അങ്ങ് പറഞ്ഞതുപോലെ ലോകത്തെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ സ്വകാര്യ സ്വത്താവാതെ ഇത് പൊതുസ്വത്തായി മാറണം. പൊതുസ്വത്തായി മാറിയാൽ മാത്രം പോരാ, അതാ പറഞ്ഞത് ഷുഡ് ബി ഡെമോക്രാറ്റൈസ്ഡ്. അതിനെ ജനാധിപത്യപരമായിട്ട് ഉപയോഗിക്കാനും പറ്റണം. ഹ്യൂമൻ സെൻട്രിക്, മനുഷ്യ കേന്ദ്രീകൃതമായ പൊതുസ്വത്താവണം. അതുപോലെ അതിനെ ജനാധിപത്യപരമായിട്ട് ഉപയോഗിക്കാനും പറ്റണം. ഇവിടെ ഭാരതം നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഭാരതം ഇന്നും ചൈനയുടെ അമേരിക്കയുടെ ഒന്നും മുകളിലല്ല ഇക്കാര്യത്തിനകത്ത്. പക്ഷെ ഭാരതം ശ്രമിക്കുന്നത് അവരോടൊപ്പമോ അവരുടെ മുകളിലോ ലോകത്തോടൊപ്പം പോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അത് കഴിയും, തീർച്ചയായിട്ടും നമുക്കത് വിശ്വസിക്കാം. കാരണം വ്യവസായ വിപ്ലവത്തിൻ്റെ പ്രയോജനം നഷ്ടപ്പെടുത്തിയ ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം വികസന സാധ്യതകളെ വേണ്ടതുപോലെ ഉപയോഗിക്കാതെ സോവിയറ്റ് മോഡൽ സ്വീകരിച്ച് നശിച്ച് നാരായണക്കല്ല് പിടിച്ച ഭാരതത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, ചൈനയും ഭാരതവും ഒന്നിച്ചാണ് ഒരേ കാലത്ത് 47-ലും 49-ലും പുതിയ ഭരണ സംവിധാനത്തിലേക്ക് വന്നെങ്കിലും വർഷങ്ങൾക്കുള്ളിൽ 62-ല് ചൈനയ്ക്ക് നിർണായകമായ സൈനിക ആഘാതം ഭാരതത്തിന് ഏൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ചൈന കമ്മ്യൂണിസത്തെ പോലും തട്ടുംപുറത്ത് വെച്ചിട്ട് പാശ്ചാത്യ ലിബറൽ സാമ്പത്തിക വ്യവസ്ഥയുടെ സാധ്യതകളെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് വളർന്ന് വികസിക്കാൻ തയ്യാറായതിനും 15 വർഷം ശേഷം മാത്രം വികസന സാധ്യത നേടാൻ പോയതുകൊണ്ട് ഭാരതത്തിനുണ്ടായ അപകടങ്ങൾ അതൊന്നും ഇനിയും ആവർത്തിക്കാൻ പാടില്ല. ഒപ്പം തന്നെ നരേന്ദ്രമോദി ഇന്നലെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഇക്കാലം അത്രയും നമ്മൾ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരുന്നതും നിവൃത്തികേട് വരുമ്പോഴാണ്. അത് ചെയ്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ആ സ്വർണം പണയം വെച്ച സാഹചര്യം തന്നെ. ആ സാഹചര്യത്തിൽ ഇനി പിടിച്ചിരിക്കാൻ ഒരു നിവൃത്തിയില്ലെന്ന് കണ്ടപ്പോഴാണ് നരസിംഹറാവു ലിബറലൈസേഷനിലേക്ക് പോയത്. ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ചോയ്സാണ്, നമ്മുടെ കൺസിഡേർഡ് ചോയ്സാണ്. ലോകത്തിൻ്റെ ഇവോൾവ് ചെയ്യുന്ന വളർന്നു വരുന്ന സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുഴ മുമ്പെറിയാൻ വേണ്ടി ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പിലെന്ന് പറയുന്നത് പോലെ കൃത്രിമ ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും ലോക സാമ്പത്തിക ക്രമത്തിൻ്റെ മാറ്റത്തിലാണെങ്കിലും ഒക്കെ വരാൻ പോകുന്ന സാധ്യതകൾ 2ാം ലോക യുദ്ധത്തിന് ശേഷം വളർന്ന ലോകക്രമം, ഇവോൾവ് ചെയ്ത ലോകക്രമം മാറുകയാണ്. അത് മാറി വരുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ലോകക്രമത്തിലും AI വരുമ്പം ഉണ്ടാകുന്ന
ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഘട്ടത്തിലും ഭാരതം മുഖ്യധാരയിൽ ഉണ്ടാവണം. അത് പറയുമ്പോഴും കൃത്യമായൊരു കാര്യം പറയുന്നു. മുഖ്യധാരയിൽ ഉണ്ടാവുക എന്ന് പറയുന്നതിനർത്ഥം ഭാരതം ലോകത്തെ ചൂഷണം ചെയ്യുമെന്നല്ല. വിശ്വമാനവികതയ്ക്ക് വേണ്ടി, മാനവന് വേണ്ടി വളർച്ചയും വികസനത്തെയും ഉപയോഗിക്കുന്ന തലത്തിലേക്ക് പോകുവാൻ, അതിന് തടസ്സം നിൽക്കുന്നവരെ പിടിച്ചു കെട്ടുവാൻ കഴിയുന്ന തരത്തിൽ ലോകത്തെ, പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്തിൻ്റെ ശക്തി സമാഹരിക്കുവാനുമാണ് നരേന്ദ്രമോദിയുടെയും പുതിയ കാല ഭാരതത്തിൻ്റെയും ലക്ഷ്യവും അതിനുവേണ്ടിയുള്ള ഇടതന്ത്രമാണ് അവർ തയ്യാറാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.